ആളുകളുടെ പൂർവീകരായ പ്രവാചകന്മാരുടെ കീർത്തനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നു, നോക്ക്, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇബ്രാഹിം നബി അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച മഹാത്മാവാണ്, പ്രവാചകനാണ്. മറ്റൊരായത്ത് വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലിസൻ വകാന റസൂലൻ നബിയ്യാ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള വ്യക്തിത്വമാണ്, പ്രവാചകനാണ്, റസൂലാകുന്നു. ഖുർആൻ തന്നെ പറയും, സൂറത്തു മറിയം, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ നിങ്ങളൊന്ന് ഓർക്കണേ, സ്മരിക്കണേ. അവർ വാഗ്ദത്തം ചെയ്താൽ അങ്ങേയറ്റം അതിൽ കണിശത പാലിക്കുന്നവരായിരുന്നു. മറ്റു പ്രവാചകന്മാർ അത് ചെയ്യുകയില്ല എന്ന് ഇതിനർത്ഥമില്ല. ഇവരുടെ മദ്ഹ് അല്ലാഹു പ്രത്യേകമായി പറയുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ വറഫഅനാഹു മകാനൻ അലിയ്യാ. ഇദ്രീസ് നബിയെ നിങ്ങളൊന്ന് സ്മരിക്കണേ. ഇദ്രീസ് നബിയെ അല്ലാഹു അങ്ങേയറ്റം ഔന്നിത്യ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ, ഒന്നും രണ്ടും മൂന്നുമല്ല, ഖുർആൻ എടുത്ത് പരതിയാൽ മഹാത്മാക്കളുടെ കീർത്തനം മാത്രമാണോ എന്ന് തോന്നിപ്പോകുമാറ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാൻ കഴിയും. എന്നാൽ ഇത് പ്രവാചകന്മാരുടെ കീർത്തനം മാത്രമേ ഉള്ളൂ എന്ന് നാം കരുതണ്ട. പ്രവാചകന്മാരല്ലാത്ത ഔലിയാക്കളുടെ ചരിത്രവും ഖുർആൻ തന്നെ പഠിപ്പിച്ചതു കാണാം. നമുക്കറിയില്ലേ, സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹാവാസികളുടെ കഥ, ചരിത്രം എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത് ഗുഹാവാസികൾ, ആ 7 ചെറുപ്പക്കാർ പ്രവാചകന്മാരല്ല, അവർ ഔലിയാക്കളാണ്, മഹാത്മാക്കളാണ്. അവരെ പ്രകീർത്തിക്കാനും കീർത്തനം നടത്തുവാനും വേണ്ടി പടച്ച തമ്പുരാൻ ഒരധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ കീർത്തനങ്ങൾ മാത്രമല്ല ഖുർആനിലുള്ളത്, ഔലിയാക്കളുടെ കീർത്തനവും കൂടി അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചതു കാണാം. സൂറത്തു മറിയമിലൂടെ മറിയം എന്ന വലിയത്തിന്റെ കീർത്തനമാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ إذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. ഖുർആൻ മറിയം ബീവിയെ കുറിച്ച് പല സ്ഥലങ്ങളിൽ അല്ലാഹു കീർത്തിച്ചത് കാണാൻ കഴിയും. അപ്പൊ പ്രവാചകന്മാരുടെ കീർത്തനം മാത്രമല്ല, ഔലിയാക്കളുടെ കീർത്തനവും അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചതു കാണാം. ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലോ, ഹദീസുകളിൽ കിതാബുൽ മനാഖിബ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം. എന്താണത്? മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ പറയുന്ന, മഹാത്മാക്കളുടെ സ്ഥാനങ്ങളും മധുഹുകളും പോരിശകളും പറയുന്ന അധ്യായം തന്നെ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അത് തന്നെ ഗദ്യമായും പദ്യമായും മഹാത്മാക്കളുടെ കീർത്തനം നടത്തുന്നത് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങൾ സ്വഹാബികൾ തന്നെ പദ്യമായി ആരംഭിച്ചത് ഇമാം ബുഖാരി തന്റെ സഹീഹിന്റെ 1-ാമത്തെ വാല്യം 155-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പദ്യമായി അവിടുത്തെ കീർത്തനം ആലപിക്കുകയാണ്. അവിടുത്തെ മഹത്വം വിളിച്ചു പറയുകയാണ് ലോകത്തോട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന വിശദമായ ഒരു ഹദീസിൽ അദ്ദേഹം പദ്യമായി റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുകയാണ്, പാടി പുകഴ്ത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു
إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ വാല്യം 155-ാമത്തെ പേജിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇപ്രകാരം മഹാത്മാക്കൾ സ്വഹാബികൾ കീർത്തനങ്ങൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സമ്മതത്തോടെയും അറിവോടെയും സ്വഹാബത്ത് കീർത്തനം ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബി വര്യനാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് രചിച്ച ബാനത്ത് സുആദ് എന്ന് പറയുന്ന ഒരു കവിത ആർക്കും അറിയാതിരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് ചെയ്ത് കഅബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് കീർത്തനം നടത്തുകയാണ്, മദ്ഹ് പറയുകയാണ്. അങ്ങനെ ദീർഘമായി പറഞ്ഞു ബാനത്ത് സുആദു ഫഖൽ ബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫദ മഖ്ബൂലു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ വർണ്ണിച്ച് ആന്തരികമായി റസൂലുള്ളാഹി തങ്ങളെ വർണ്ണിച്ച് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവസാനം റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് പറയുന്നു അദ്ദേഹം. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തവാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഊട്ടപ്പെട്ട മിന്നിത്തിളങ്ങുന്ന വാള് പോലെയാകുന്നു എന്ന് പറഞ്ഞ് കഅബ് ബിൻ സുഹൈർ എന്ന സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ കീർത്തിച്ചപ്പോൾ, സഹോദരന്മാരെ, ഈ ഹദീസിൽ കാണാം, ഇമാം ബൈഹഖി തന്റെ സുനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഫഅസാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബികുമ്മിഹി ഇലൽ ഖൽഖി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് പുറത്തുള്ള ആളുകളെ നീട്ടി വിളിച്ചു എന്നാണ്. കൈകൊണ്ട് മാടി വിളിച്ചു. ലിയഗ്തു ഫയസ്മഉ മിൻഹു. ഇതാ കഅബ് ബിൻ സുഹൈർ എന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നു, നിങ്ങൾ അത് വന്ന് കേൾക്കുകയും എന്ന് പറഞ്ഞ് പുറത്തുള്ളവരെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ മാടി വിളിച്ചു, അത് കേൾക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് ഇമാം ബൈഹഖി തന്റെ അസ്സുനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന്റെ 10-ാമത്തെ വാല്യം 244-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളുടെ അറിവോടെയും സമ്മതത്തോടെയും സ്വഹാബത്ത് കീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് സംഭവം പറയാം. നമ്മുടെ വിഷയം അതല്ലല്ലോ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വഹാബികളെ കുറിച്ച് കീർത്തനം നടത്തിയിട്ടുണ്ടോ, അത് കേട്ടിട്ടുണ്ടോ, അതിന് അംഗീകരിച്ചിട്ടുണ്ടോ? അതുമുണ്ട്. ഹദീസിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖനായ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, വലിയ കവിയാണ്, നിമിഷ കവിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എത്രയാണ് മഹാനവറുകൾ പാടിയിട്ടുള്ളത്, പുകഴ്ത്തിയിട്ടുള്ളത്, പദ്യമാലപിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ? ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, അല്ല ഹസ്സാൻ, നീ എന്നെ കുറിച്ച് ഒരുപാട് കവിതകൾ, ഒരുപാട് പദ്യങ്ങൾ ആലപിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഹൽ ഖുൽത ഫീ അബീ ബക്കറിൻ ഷൈഅൻ, സ്വഹാബികളിലെ പ്രമുഖ നേതാവ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖിനെ കുറിച്ച്, അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് നീ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, പാടിയിട്ടുണ്ടോ?
അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ യാ റസൂലല്ലാഹ്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും കീർത്തനം നടത്തിയിട്ടുണ്ടല്ലോ നബിയെ. അപ്പൊ റസൂലുള്ളാഹി പറയുന്നു, ഖുൽ വഅന അസ്മഉ, നീ ഒന്ന് ചൊല്ല്, ഞാനൊന്ന് കേൾക്കട്ടെ. നോക്ക് നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീർത്തനം നടത്തുന്നത് ഞാനൊന്ന് കേൾക്കട്ടെ, നീ ഒന്ന് പാടൂ, നീ ഒന്ന് പറയൂ.